ശ്രീ പി സി ജോർജ് 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി തീർന്നിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കേരളത്തിനെതിരെ നടപടി ഉടനെ ഇല്ല, പക്ഷേ കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വന്ന് തോൽവിയിൽ ഉണ്ടായ ഈ ഇത്രയും തോൽവി എന്തുകൊണ്ടുണ്ടായി പഠിക്കാൻ വേണ്ടി കേന്ദ്ര നേതാക്കൾ വരികയാണ്. ഈ നേതാക്കൾ കേരളത്തിൽ വന്നാൽ ഒരു മാറ്റം ഉണ്ടോ CPM ഇപ്പോഴത്തെ സർക്കാരിൽ? ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കുക. കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് ചെലവ് കഴിയുന്ന ആളുകളാണെന്ന് ആർക്കും അറിയില്ല. മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില വിമർശനങ്ങളൊക്കെ അവർ നടത്തുമെങ്കിലും പിണറായി വിജയൻ പറയുന്നിടത്ത് അതിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ജോലിയാണ് അവർക്കുള്ളത്. കാരാട്ടും യെച്ചൂരിയൊക്കെ അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്തെങ്കിലും അതിനെ ഒപ്പിട്ട് കൊടുക്കുക, അപ്പുറത്തൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. നമ്മുടെ വസ്തുത മനസ്സിലാക്കട്ടെ. ഇവിടെ തന്നെ ഈ ഭയങ്കരമായ വിമർശനം നടന്നു. ആ വിമർശനം നടത്തുന്ന ആരാ? പിണറായി ആളുകൾ തന്നെ വിമർശനം പറയുക ജനങ്ങളെ കാണിക്കാൻ. ഇതൊരു തെറ്റുതിരുത്തലല്ല, തെറ്റ് തുടരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായത്, അല്ലാതെ തെറ്റ് തിരുത്തൽ പ്രക്രിയ നടക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോയല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന VS അച്യുതാനന്ദന്റെ കാലത്തിന് ശേഷം കേരളത്തിൽ കമ്മ്യൂണിസം തീർന്നു. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ ഫാസിസമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റുള്ള ഒരാളാണ് പിണറായി എന്ന് ആരും പറയും. പിണറായി അറിയാവുന്ന എല്ലാവരും പറയും. ഇത് ജനങ്ങളുടെ കയ്യിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി എന്നുള്ളത് പോലും വോട്ടില്ലാത്ത സ്ഥലങ്ങളിൽ BJPക്ക് വോട്ട് വരുന്നല്ലോ. എങ്ങനെ വരുന്നു? ഇവരെ UDFിനെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്നറിയാം. അത് UDF ഒന്നാണെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ, പിണറായി വിജയന്റെ കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് 2 വോട്ട് പോലും കിട്ടാത്ത സ്ഥലത്ത് 104 വോട്ട് കിട്ടി ഒരു ബൂത്തിന്. അപ്പൊ 120 വോട്ട് കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ BJPക്ക്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇത് യാതൊരു കാരണവശാലും മുന്നോട്ട് കിട്ടാത്ത നിലയിലേക്ക് രാജ്യം പോയി എന്ന് ജനത്തിന് ബോധ്യമുണ്ട്. ജനം വോട്ട് ചെയ്യുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും ഇവർ വിട്ടുകിടന്നു. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയില്ല എന്ന അഹങ്കാരമാണ്. ആരും വരാൻ സാധ്യതയില്ല, ഞങ്ങൾ ഇതിനെ വരും എന്നുള്ള അഹങ്കാരമാണ് പിണറായി നയിക്കുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടും നമ്മുടെ റിയാസ് അല്ലേ, പോപ്പുലർ ഫ്രണ്ടും അതുപോലെ മുസ്ലിം ഭീകര സംഘടന എല്ലാം പിണറായിക്ക് വിന്നു കൊടുത്തിരിക്കുക. ഇവിടുത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും ഇവിടെ ഇല്ല. ഒരു വീട്ടിൽ ആളില്ല. എല്ലാം നാട് വിട്ടു ഇംഗ്ലണ്ടിലോ സ്വിറ്റ്സർലൻഡിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലോ മസ്കറ്റിലോ നാട് വിട്ടുപോയി. ഇവിടെ ഏറ്റവും വലിയ സമുദായം എന്ന് പറയുന്ന 31% ഉണ്ടെന്ന 70 സമുദായിയാണ് വേർപെട്ട വെള്ളാപ്പള്ളി നടക്കുന്ന സമൂഹം. ആ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഇപ്പോ പുതിയ ദേശീയ കണക്കെടുത്തപ്പോ 21.5% കേരളത്തിൽ ഇപ്പോ ഈഴവനുള്ളൂ. എന്തുകൊണ്ട് സംഭവിച്ചു? അവരും പോയിരിക്കുന്നു, അവർ കുറഞ്ഞിരിക്കുന്നു, അതാണ്. എന്നാൽ മുസ്ലിം കൂടിയിരിക്കുന്നു. അതായത് ഒരു 40% മുസ്ലിം എത്തുകയാണ് കേരളത്തിൽ. ഏറ്റവും വലിയ സമുദായമായിരുന്നു 70 സമുദായം, 31, 21 എന്നാണ് ഞാൻ ചോദിച്ചപ്പോ. ക്രിസ്ത്യാനിയുടെ 11 വെച്ചുണ്ടെന്ന് പറയുന്നത്, അതിന് ഒരു 8 പോലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നായർ 12 ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര നായരുണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ഈ ഭീകര സംഘടന ഇന്നോടുകൂടി വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള അഹങ്കാരത്തോടെ പിണറായി മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കി കാണാം. മറ്റൊരു 2026 കേരള നിയമസഭ ഇലക്ഷൻ പറഞ്ഞു. അപ്പൊ പാർട്ടി വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടി ശ്രീ പിണറായി വിജയനെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഭരണം നടത്തിയല്ലോ ഈ കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വരുമ്പോൾ? എന്തർത്ഥമുണ്ട് അതിനകത്ത്? ഒരർത്ഥമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ പരുവല്ലേ. പിണറായി വിജയൻ മാറി പിണറായിയൊക്കെ മോശം ഒരാൾ വരില്ല. ഇതിനൊക്കെ നല്ല ആരായിരിക്കുന്നത്? ഒരാൾ പറയാം. അല്ലെങ്കിൽ പഴയ PWD സുധാകരനെക്കുള്ള ആളിനെ കൊണ്ടുവരണം. അതിന് സാധ്യതയില്ലല്ലോ. ആ നിലയ്ക്ക് ആര് വന്നാലും കണക്കാം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ മാത്രം കണക്കാക്കി. കേന്ദ്ര നേതാക്കളെ കൊണ്ടുവരുന്നത് ശ്രീ പിണറായി വിജയനാണോ കേരളത്തിൽ ജനങ്ങളെയും പാർട്ടിയുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി? അതാ പിന്നെ പിണറായി പറഞ്ഞപ്പോൾ മിണ്ടാൻ കഴിവില്ലെന്നേ. പിണറായി കൊടുക്കുന്ന ചെലവിലല്ലേ AK സെന്റർ ഡൽഹി നടക്കുന്നത്. അവിടെ യെച്ചൂരിയും പാർട്ടിയും കഞ്ഞി കുടിക്കണമെങ്കിൽ, ചായ കുടിക്കണമെങ്കിൽ ചായയുടെ കാശ് പിണറായി വിജയൻ കൊടുക്കണം. പിന്നെ വർത്തമാനം കാര്യം കിട്ടും.